8, 9, 10 ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ വിജയിച്ചാൽ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓൾ പാസ് സിസ്റ്റം നിർത്തലാക്കാൻ പോകുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. SLCക്ക് പാസ്സാവാൻ മിനിമം മാർക്ക് വേണം. ഈ അധ്യയന വർഷത്തിന്റെ ആരംഭം മുതൽ നമ്മൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത്. അപ്പൊ ഇതിന്റെ വ്യക്തത വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, വ്യക്തത വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിച്ചു. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം 8ാം ക്ലാസ്സിലേക്കും 9ാം ക്ലാസ്സിലേക്കും 10ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ മിനിമം മാർക്ക് വേണം. ഇതിപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലേക്കും 9ാം ക്ലാസ്സിലേക്കും മാത്രമാണ്. അത് ഇത്തവണ 7ാം ക്ലാസ് അതുപോലെ 8ാം ക്ലാസ് എഴുതുന്ന കുട്ടികൾക്കാണ് കൊല്ലം പരീക്ഷയിൽ മിനിമം മാർക്ക് നേടിയിട്ട് അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കേണ്ടത്. അങ്ങനെ സാറേ തോറ്റാലോ, 30% മാർക്ക് കിട്ടിയില്ലെങ്കിലോ, പരീക്ഷ എഴുതണം. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഓൾറെഡി തന്നതാണ്. ഇനി അടുത്ത കൺഫ്യൂഷൻ വരുന്നത്, സാർ ഇത്തവണ 9ാം ക്ലാസ് എഴുതുന്നത് ഞങ്ങൾക്ക് ഇത് പ്രശ്നമാണോ, ബാധകമാണോ? നിലവിൽ ഇപ്പൊ കിട്ടിയ വിവരപ്രകാരം അത് അവർ ബാധിക്കുന്ന കാര്യമല്ല. 9ാം ക്ലാസ്സുകാർക്ക് ബാധിക്കില്ലെന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെ കിട്ടിയ വിവരം. ഇനി 10ാം ക്ലാസ്സിൽ ഒരു സൂചന തന്നിട്ടുണ്ട്. അത് ഇത്രേ ഉള്ളൂ, മിനിമം മാർക്ക് വേണം പാസ്സാവാനെന്നാണ്. നിലവില് ഇത്തവണ SLC എഴുതുന്ന കുട്ടികൾക്ക് പാസ്സാവാൻ 30% മാർക്ക് വേണം എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, അത് തിരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എങ്ങനെയായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്? എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്തവണ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് മിനിമം മാർക്ക് വേണം. അവർ 9ാം ക്ലാസ്സിലെത്തുമ്പോൾ അവർക്ക് അപ്പോഴും മിനിമം മാർക്ക് വേണം. അവർ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ അവർക്ക് അപ്പോഴും മിനിമം മാർക്ക് വേണം. അതായത് നിലവിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളെ ഇത് ബാധിക്കുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. അപ്പൊ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേറ്റ് വന്നാലും ആദ്യം തന്നെ ഏകൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കും. അതിലൊരു സംശയം വേണ്ട. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം, എല്ലാവരിലേക്ക് എത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൺസേൺസ് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പറയാം. ഒരു കാര്യം ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല, ഏകന്റെ അഭിപ്രായമല്ല, ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയതാണ്, അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമാണ്. ത്തിന്റെ തീരുമാനമാണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള തീരുമാനങ്ങളാണ്, അല്ലാതെ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അല്ല. ഓക്കെ, അപ്പൊ വീണ്ടും ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു, ബൈ, സീ യു.